വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ OTT റിലീസിന് ശേഷം ട്രോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പിന്നെ വേറൊന്ന്, നമ്മുടെ കണ്ണപ്പ, ലാലേട്ടൻ്റെ ക്യാമിയോ റോൾ. ലാലേട്ടൻ ആസ് യൂഷ്വൽ, ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയ് കുമാർ, ശിവരാജ് കുമാർ, യെസ്, അവരൊക്കെ വരുന്നത് ക്യാമിയോ റോളിൽ വരുന്നത് കണ്ണപ്പ. ഓക്കെ, അപ്പോൾ ഈ സിനിമ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം VS, വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ നിങ്ങൾക്ക് അറിയാലോ. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എങ്ങനെ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മളെക്കാളും അറിയാവുന്ന ആൾക്കാരാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ. എസ്പെഷ്യലി വിനീത് ശ്രീനിവാസൻ അറിയാം ആ സിനിമയ്ക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വലിയൊരു പ്രൊമോഷൻ അല്ല സിനിമ. സാധാരണ വിനീത് ശ്രീനിവാസന്റെ സിനിമകളെ പോലെ വലിയൊരു പ്രീ പ്രൊമോഷനൊന്നും ആ സിനിമക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസനും ബേസിലൊക്കെ ആ ഇന്റർവ്യൂ, പ്രീ പ്രൊമോഷൻ്റെ ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ആ സിനിമയുടെ ഹൈപ്പ് വേറെ കൂടിപ്പോയി. ഇതാണ് ഈ സംഭവിച്ചത്. പിന്നെ ഒത്തിരി ആക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടും മോഹൻലാൽ ഫാൻസ്, അതായത് പ്രണവ് മോഹൻലാലൊക്കെ ഉള്ളതുകൊണ്ടും ഈ ഒരു ഗ്രൂപ്പിൻ്റെതായ ഫാൻസ് എല്ലാ നടന്മാരുടെ ഫാൻസ്, ബേസിലിന്റെ, നിവിന്റെ, അജുവിന്റെ, പ്രണവിന്റെ, ഇങ്ങനെയുള്ള വിനീത് ശ്രീനിവാസന്റെ എഴുത്തിന്റെ, വിനീത് ശ്രീനിവാസന്റെ ഡയറക്ടറിന്റെ, വിനീത് ശ്രീനിവാസന്റെ പാട്ടിന്റെ, ഇങ്ങനെ എല്ലാം കൂടി പോയപ്പോൾ ആ പടം അങ്ങനെ കയറിപ്പോയതാണ്. അപ്പോൾ ആ പടത്തിൽ പറയാനുള്ളത്, എനിക്ക് ഫസ്റ്റ് ഹാഫൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് അവർ ബിഹേവ് ചെയ്തത് ആ ഫസ്റ്റ് ഹാഫാണ്. അതിൽ ധ്യാൻ ശ്രീനിവാസന്റെ എക്സ്പ്രഷനൊക്കെ, പുള്ളിയുടേതായിട്ടുള്ള ഒരു കൗതുകമൊക്കെ ഉണ്ടല്ലോ, നഷ്ടബോധം, പുള്ളി എവിടെ എത്തുന്നില്ല എന്നുള്ളത്, പ്രണവിന്റെ കഴിവിനെ അംഗീകരിക്കുന്ന, ഇങ്ങനെ കൊതിയോടെ നിൽക്കുന്നത്, പ്രണവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ പുള്ളി ഇമോഷണലായിട്ട് ഒരു ഫ്രണ്ടിന്റെ തകർച്ചയിൽ വേദനിച്ചുകൊണ്ട് പുള്ളിനെ ചീത്ത പറയുന്നത്, ആ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് എനിക്ക് കുറച്ചൊക്കെ വിഷമം തോന്നിയതാണ് ആ സമയത്ത്. പ്രണവിൻ്റെതായ റിയാക്ഷൻ സീനുകൾ, പ്രണവ് വെള്ളമടിച്ച് ഇതായി പോകുന്നത്, അതൊക്കെ കറക്റ്റായിരുന്നു. ഒരു പ്രശ്നങ്ങളും ആ സീനുകൾക്ക് വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇവരുടെ മേക്ക് ഓവർ, അല്ലെങ്കിൽ അതിനുശേഷമാണ് ഒരു നാടകം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ നാടകം കളിക്കുന്ന പോലെ തന്നെയായിരുന്നു. അത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മേക്കപ്പ് എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പ്രണവിന്റെ മുടി ഇങ്ങനെ വെച്ചിട്ടുള്ള മേക്കപ്പ് എനിക്ക് തോന്നുന്നു മറ്റേ ലാലേട്ടന്റെ ദേവദൂതല്ല പാട്ടിന്റെ ആ ഒരു വൈബ് പിടിക്കാനുള്ള പരിപാടി, ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ, ഈ ഓർക്കസ്ട്രേന്റെ ആങ്കർ ഉണ്ടല്ലോ ഇങ്ങനെ പിടിക്കുന്നത്, അത് കാണിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് തോന്നുന്നു. അതേപോലെ കല്യാണി പ്രിയദർശൻ, ശരിക്കും അത് ഈ സ്കൂൾ പിള്ളേർ പ്രായമുള്ളവരുടെ മേക്കപ്പ് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. അത് ഉള്ള കാര്യം തന്നെയാണ്. ഈവൻ ധ്യാൻ ശ്രീനിവാസന്റെ പോലും എനിക്കങ്ങനെ അന്ന് അത്ര തോന്നിയില്ലെങ്കിൽ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ ആ സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ, പ്രായമായിട്ടുള്ള വരുമ്പോൾ പുള്ളി അഭിനയിക്കണ പോലെ തോന്നിയിട്ടുണ്ട്. ഒരു ഒറിജിനാലിറ്റി ഇല്ലതായിട്ട് എനിക്ക് ഇപ്പൊ തോന്നി. പക്ഷെ അന്ന് അങ്ങനെയല്ല, അന്ന് കറക്റ്റ് ഇത് തന്നെയായിരുന്നു. ചില സീനുകളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് നോക്കുമ്പോൾ അങ്ങനെ സ്ട്രെയിൻ കൊടുത്ത് ആ വോയിസ് മോഡുലേഷൻ കൊണ്ടുവന്ന പോലെ എനിക്ക് പിന്നീട് തോന്നി. ബാക്കിയുള്ളതൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു, പാട്ടുകളെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ലാഗുകൾ വിനീത് ശ്രീനിവാസൻ അറിയാം. ഇപ്പോൾ ഇലുമിനാലിറ്റി എന്നുള്ള സാധനമുണ്ട്, അറിയാലോ എല്ലാവർക്കും, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ. നമ്മുടെ മനസ്സിന്റെ മേലെ ചിന്തിച്ച് നമ്മൾ ഏത് രീതിക്ക് ഇത് എൻജോയ് ചെയ്യണമെന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആ ഒരു പവർ ഉള്ള ഒരാളാണ്. സോഷ്യൽ മീഡിയക്ക് ആ ഒരു പവറുണ്ട്. നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ തന്നെ നമ്മുടെ ബ്രെയിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും സോഷ്യൽ മീഡിയ. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ഷനെയൊക്കെ പലരും ഇലക്ഷൻ വരെ PR വർക്കിലേക്ക് കൊണ്ടുപോകണം. PR വർക്ക് എന്ന് പറയുന്നത് നമ്മളെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി നിൽക്കുകയാണ്. അതിനകത്ത് നമ്മളെ വേണമെങ്കിൽ ഒരു സാഡിസം മൈൻഡിലേക്ക് വരെ നമ്മളെ കൊണ്ടുപോകാം. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ വിനീത് ശ്രീനിവാസന്റെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തന്നെ അറിയാം ഈ പടത്തിന് ഇതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ലാഗുണ്ട്. ആ ലാഗ് അവർ കവറപ്പ് ചെയ്തതെന്ന് പറഞ്ഞത് നിവിൻ്റെതായിട്ടുള്ള സീനുകളുള്ള പെർഫെക്ഷൻ കൊണ്ടാണ്. അത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സീനുകളെ ചില പെർഫെക്റ്റ് സീനുകളിലൂടെ നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഈ തോട്ട്സ് ലാഗായിട്ട് കിടക്കുന്നതിനൊക്കെ മാറ്റി അവസാനം ഈ പറഞ്ഞ പോലെ, സച്ചി പറഞ്ഞ പോലെ കഥാന്ത്യത്തിൽ നായകൻ മില്ലൊടിക്കണം, കയ്യടി പുറകെ വരണം. ശരിയാണ്, അങ്ങനെയാണ് ആ പടം കൊണ്ടുപോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കഥാന്ത്യത്തിൽ അവസാനമൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ സന്തോഷിച്ചാണ് പോരുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സീനുകളിലെ ലാഗോ, ഈ കല്യാണ പ്രിയദർശന്റെ മേക്കപ്പോ, ഇതൊന്നും അവസാനമാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. കാര്യം അവസാനത്തെ കുറെ സീനുകളെന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലേക്കുള്ള സീനുകളായിരുന്നു. അപ്പൊ നമ്മുടെ ചിന്തകളെ വേറൊരു തലത്തിൽ പുള്ളിക്ക് സ്വാധീനിക്കാൻ അറിയാം. ഈ ഞാൻ പറയുന്നത് ഇപ്പൊ കുറ്റം പറയുന്ന ആൾക്കാർ ഇനിയും വിനീത് ശ്രീനിവാസന്റെ സിനിമകൾ വന്നാൽ, ക്രിഞ്ചാണെങ്കിലും തേങ്ങയാണെങ്കിലും ആ പടം പോയി കാണും. ഞാൻ പോയി കാണും. കാര്യം അതിലൊരു മാജിക്ക് പുള്ളിക്കുണ്ട്. പുള്ളിക്ക് അതിനൊരു പവറുണ്ട്. ക്രിഞ്ചായാലും പാസമായാലും എന്തായാലും പുള്ളിക്ക് ആ ഒരു പവറിൽ അവിടെ സിനിമ കൊണ്ടുപോകാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ അത്രേ പറയാനുള്ളത്. പിന്നെ ചില ആൾക്കാരെന്ന് പറയണത് ഈ ഇവരുടെ മനഃപൂർവ്വം ഇതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ഒരു സിനിമ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കാണുന്നുള്ളൂ. അതിന്റെ BGM എഫക്റ്റ് വേറെയാണ്. ആൾക്കാരുമായിട്ട് ഇരുന്ന് ചിരിക്കണം. ഒരു ഹ്യൂമറിന്റെ ചിരിയുടെ സ്പ്രെഡിങ് ഉണ്ട്.
ഒരാൾ ചിരിക്കുമ്പോൾ ആ ചിരി നമുക്ക് അതിനകത്ത് ഹ്യൂമനായിട്ട് തോന്നിയില്ലെങ്കിലും ഓട്ടോമാറ്റിക് ഒരു ചിരി വന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വേറൊരു ഭാവം കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒരു എഫക്റ്റ് തിയേറ്ററിൽ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാം കൂടി വരുമ്പോഴാണ് ഒരു തിയേറ്റർ സിനിമ വാച്ചബിൾ ആകുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഏത് സിനിമയും നമുക്ക് റിപ്പീറ്റഡ് വാച്ചിങ് ഇല്ല. ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ ആവേശം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഒരു സിനിമയ്ക്ക് റിപ്പീറ്റഡ് വാച്ചിങ് പ്രേമലുനുണ്ട്. അല്ലാണ്ട് ഹിറ്റായ സിനിമകൾ ഇപ്പൊ മമ്മൂക്കാന്റെ എല്ലാവരുടെ റിപ്പീറ്റഡ് വാച്ചിങ് ഒന്നിനുമില്ല. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ടൈമിന് മാത്രമുള്ള സിനിമയാണ്. അതിനുശേഷം നമുക്ക് റിപ്പീറ്റ് വാച്ച് കിട്ടണമെന്നില്ല. എന്നിട്ട് റിപ്പീറ്റ് വാച്ചുള്ള സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവന്റെ സീനുകളാണ്, മിമിന്റെ സീനുകളായിരിക്കും കൂടുതലും വരുന്നത്. അടുത്ത പറയേണ്ടതാണ് കണ്ണപ്പ. കണ്ണപ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാലേട്ടൻ കാമിയോ റോളിൽ വരുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. അതായത് തെലുങ്ക് സിനിമയാണ്, പാൻ ഇന്ത്യൻ മൂവിയാണ്. ഓക്കെ, ഈ പാൻ ഇന്ത്യൻ മൂവികളുടെ ഒരു മൾട്ടി ലാംഗ്വേജസ് സ്റ്റാർസിനെ വെച്ചിട്ട്, സൂപ്പർ സ്റ്റാർസിനെ വെച്ച് പാൻ ഇന്ത്യൻ മൂവി വന്നത്, ഫസ്റ്റ് വന്നത് എനിക്ക് തോന്നുന്നത് ജയിലർ തന്നെയാണ്. ജയിലർ തന്നെയാണ് അത് മെയിനായിട്ട് പറയേണ്ടത്. രജനികാന്ത് തന്നെ അതിനകത്ത് സ്റ്റാറാണ്, അതിനകത്ത് സൂപ്പർ സ്റ്റാറും പുള്ളി തന്നെയാണ്. ലാലേട്ടൻ്റെ മാത്യു എന്ന് പറഞ്ഞ ഗസ്റ്റ് റോള്, ശിവരാജ് കുമാറിൻ്റെ ഗസ്റ്റ് റോള്, ജാക്കി ഷറഫിൻ്റെ റോള്, അല്ലെങ്കിൽ സുനിലിൻ്റെ റോള്, തെലുങ്കിൽ നിന്ന് സുനിൽ, ഹിന്ദിയിൽ നിന്ന് ജാക്കി ഷറഫ്, തമന്ന, അങ്ങനെയുള്ള വലിയൊരു പാൻ ഇന്ത്യ സ്റ്റാർസിനെ വെച്ചിട്ട് ആ സിനിമ വലിയ രീതിയിൽ കളക്ട് ചെയ്തത്. ഏകദേശം 600 കോടിയൊക്കെയാണ് അതിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രതിഫലം ഏകദേശം 120 കോടിയൊക്കെയാണ് രജനികാന്തിൻ്റെ വരുന്നത്. ലാലേട്ടൻ 8 കോടി, ഏകദേശം 5-10 മിനിറ്റ് റോളുള്ള 8 കോടിയാണ് ലാലേട്ടൻ്റെ പ്രതിഫലം. പക്ഷെ അതിനുള്ള കളക്ഷനൊക്കെ കേരളത്തിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെയാണ് നമ്മുടെ ശിവരാജ് കുമാറിന് 4 കോടി, ജാക്കി ഷറഫിന് 4 കോടി, സുനിലിന് 2-4 കോടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ. അപ്പം എല്ലാ ലാംഗ്വേജിലും അത്യാവശ്യം സ്വീകാര്യത കിട്ടിയത്. ഈ ലാംഗ്വേജസിലൊക്കെയുള്ള സൂപ്പർ സ്റ്റാർസൊക്കെ ഈ സിനിമയുടെ ഭാഗമായി അവരുടെ ഫാൻസൊക്കെ ഈ സിനിമകളായിട്ട് പിടിച്ചു. ഇതൊക്കെ തന്നെയാണ് സംഭവം. അപ്പോൾ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ അതേപോലെ തന്നെ ഒരു തെലുങ്ക് സിനിമയാണ്. അതിനകത്ത് ലാലേട്ടൻ്റെ ക്യാമിയോ റോൾ വരുന്നുണ്ട്, ശരത് കുമാർ വരുന്നുണ്ട്, ഇതേപോലെ ശിവരാജ് കുമാർ വരുന്നുണ്ട്. ശിവരാജ് കുമാറും ലാലേട്ടനും ഇപ്പം ഇതിൻ്റെ ഈ മൾട്ടി സ്റ്റാർ പാൻ ഇന്ത്യൻ മൂവിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു വരുന്നത് കാര്യം ഇവരുടെ മാസ് റോളുകൾ ഭയങ്കര രസമാണ് കാണാൻ, ഒരു പ്രത്യേക രീതിയിലുള്ള. ഇപ്പോൾ ലാലേട്ടൻ ആ റോളുകളൊക്കെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ലാലേട്ടൻ ഇവരുടെ ചെയ്യാത്ത റോളുകളാണ്. കുറച്ചും കൂടി വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷേ അതിന്റെ സ്വീകാര്യത കേരളത്തിൽ വലിയ രീതിക്ക് കൊടുത്തു. മലയാളത്തിലാണ് അങ്ങനെ സിനിമ ഇറക്കണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ലാലേട്ടൻ ഇങ്ങനെ ജനറേഷനെ തെറ്റിക്കാൻ പോകുന്നു, വഴി തെറ്റിക്കുന്നത് പറഞ്ഞ് ചിലപ്പോൾ വേറെ രീതിക്ക് വയലൻസ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആരോ ക്രിറ്റിസൈസ് ചെയ്തതിന്. പക്ഷെ അവിടുന്ന് വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന പല ആൾക്കാരും ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു റൺ എന്ന് പറയുന്നത്. പിന്നെ പ്രഭാസ്, ബാഹുബലി, ദ റിയൽ ബാഹുബലി ഓഫ് ഇന്ത്യൻ മൂവി. പ്രഭാസ് ഒരു ഐറ്റം തന്നെയാണ്. ഓക്കെ, പിന്നെ വിഷ്ണു മഞ്ജു ആണ് അതിൻ്റെ അകത്ത് ഹീറോ. പിന്നെ അക്ഷയ് കുമാറുണ്ട് സിനിമയ്ക്കകത്ത്. അക്ഷയ് കുമാറുണ്ട്, സാമന്ത, കാജൽ അഗർവാളുണ്ട്, നയൻതാര കുര്യനുണ്ട്. അങ്ങനെ ഒരു വലിയ താരനിരയാണ് ആ സിനിമയ്ക്കകത്ത്. ഏകദേശം 100 കോടിക്ക് തന്നെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. അതിലും മേലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സീനുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പുരാണങ്ങളുമായിട്ട് ഒരു ബന്ധപ്പെട്ട സീനുകളൊക്കെ തന്നെയാണ് കുറേ. അപ്പോൾ ശിവനെയൊക്കെ കാണിക്കുന്നുണ്ട്, കൈലാസം കാണിക്കുന്നുണ്ട്, ശിവനെ വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്, യുദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾക്ക് ലാലേട്ടന് കുറച്ചും കൂടിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലാലേട്ടനായിരിക്കും മലയാളത്തിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ലാലേട്ടൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് നമുക്കറിയാം, വേറൊരു ലെവൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഏകദേശം അങ്ങനെയുള്ള ഇപ്പോൾ ഭീമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2ാം ഊഴമൊക്കെ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ വലിയൊരു ഇതായിട്ട് ലാലേട്ടന് വലിയൊരു രീതിയിലുള്ള സ്വീകാര്യത കിട്ടിപ്പോയേനെ. പക്ഷെ അത് നടന്നില്ല. ലാലേട്ടൻ ഭീമനായിട്ടൊക്കെ ആണെങ്കിൽ പറഞ്ഞ് ഭീമനായിട്ടൊക്കെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ പൊളിച്ചനെ ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു അതിൻ്റെ റൈറ്ററായ MD വാസുദേവൻ നായർ പോലും ലാലേട്ടനെ ആ റോളിൽ ഭീമനായിട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പുരാണ കഥകളിൽ ലാലേട്ടൻ്റെതായ പ്രസൻസ് വലിയ രീതിക്കുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഇതിൻ്റെ ട്രെയിലറിലും ഇതിൻ്റെ ടീസറിലും അത് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ടീസർ കാണാം. കാലമുഖ, വായുലിംഗത്തെ എടുത്തു വരാൻ നീ പറഞ്ഞയച്ച 50 പേരെയും നിന്റെ അനിയൻ രംഗനെയും കൊന്നടാ. എല്ലാവരെയും തീർത്തിരിക്കുന്നു. എന്റെ അനിയനെ കൊല്ലണമെങ്കിൽ 100 പേര് ശ്രമിച്ചാലും നടക്കില്ല. എത്ര പേര് ചേർന്നാ കൊന്നത്? അത് കേട്ടാൽ നീ സഹിക്കില്ല. കൊന്നത് ഒരേ ഒരാളാ, തിന്നടൂ.
വിഷ്ണു മഞ്ജു ആണ് നായകൻ. പുള്ളി മരിക്കണമായിട്ടാണ് കാണിക്കുന്നത്. ഇത് പ്രഭാസ് വില്ലനാണോ എന്നൊരു സംശയമുണ്ട്. കാര്യം പുള്ളീനെ കുത്തനായിട്ട് കാണിക്കുന്ന പ്രഭാസിൻ്റെതായ ഒരു കാര്യങ്ങളാണ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കണമായിട്ട് അത്രയും വലിയ ശരീരമായിട്ട് കാണിക്കുന്നത്. പ്രഭാസിന്റെ കാര്യം പിന്നെ അറിയാലോ. പ്രഭാസ് എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഒരു ബാഹുബലി തന്നെയാണ്. പുള്ളിയുടെ ഒപ്പം നിൽക്കുമ്പോൾ അതിപ്പോൾ പൃഥ്വിരാജ് അത്യാവശ്യം നല്ല ഹൈറ്റ്, ഏകദേശം 180 മേലെ ഹൈറ്റും നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. കാര്യം പൃഥ്വിരാജിന്റെ സ്ക്രീൻ പ്രസൻസ് അത്രയാണ്. ഈ സാലാർ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് പ്രഭാസിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ പ്രഭാസിന്റെ വലിപ്പം അറിയുന്നത്. പ്രഭാസ് വെറുതെ അല്ല, മറ്റേ ബാഹുബലിയുടെ അത് ആനേനെയും മറ്റേ പോത്തിനെയൊക്കെ എടുത്ത് എറിയുന്ന സീനുകളും മറ്റേ രഥമൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് വരുന്ന സീനുകളിൽ അത്രയും നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത് പുള്ളിയുടെ ആ ഒരു ലേബല് തന്നെ. എൻജാതി മനുഷ്യനാണ്. അത്രയും വലിപ്പമുണ്ട്, അത്രയും സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അത് നമ്മുടെ രാജമൗലി പറഞ്ഞതുപോലെ വേറെ ലെവലാണ്. പുള്ളിക്ക് പുള്ളിയുടെ ശക്തി അറിയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ പൃഥ്വിരാജ് അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ മൊത്തം കാസ്റ്റിംഗ് വരുന്നത്. ലാലേട്ടന്റെ കഥ കണ്ടല്ലോ, വേറൊരു ശരിക്കും ലാലേട്ടനെ ആ രീതിക്കൊക്കെ ഉപയോഗിക്കണം. മലയാളത്തിൽ അത് വേറെ തലത്തിലേക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ വേറെ കുറെ കഥകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ തലത്തിലേക്കൊന്നും ലാലേട്ടനെ കൊണ്ട് പ്രതിഷ്ഠിക്കാത്തത്. ഏതായാലും മലയാളികൾ ഈ രീതിക്ക് ലാലേട്ടനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും ബാക്കിയുള്ള ലാംഗ്വേജസ് തമിഴും തെലുങ്കും കന്നഡയൊക്കെ ഈ രീതിക്ക് ഉപയോഗിക്കുന്നില്ല. ഒത്തിരി സന്തോഷം. ഇപ്പൊ ലാലേട്ടന്റെ ഇതിനു മുന്നേയും തെലുങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ലാലേട്ടൻ. ഇപ്പൊ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയും തെലുങ്ക് സിനിമയാണ്. അപ്പൊ ഈ നമ്മുടെ ജനതാ ഗാരേജൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു ജൂനിയർ NTR ഫസ്റ്റ് 100 കോടി സിനിമയായിരുന്നു ജനതാ ഗാരേജ്. അതേപോലെ ഇവന്റെ ഒരു പടമുണ്ട്, അത് ഏകദേശം 100 കോടി കളക്ഷൻ നേടിയ സിനിമയാണെന്ന് തോന്നുന്നു. പുനീത് രാജ്കുമാറും മോഹൻലാലുമായിട്ടുള്ള സിനിമയുണ്ട് കന്നഡയിൽ. അത് നല്ലൊരു കളക്ഷൻ നേടിയ സിനിമയാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ അതേപോലെ നേടുന്നുണ്ട്. ലാലേട്ടൻ അതേപോലെ ഫാൻസും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സിനിമയും അതേപോലെ ഒരു വലിയ രീതിക്ക് സക്സസ് ആകാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് ഈ സിനിമകളൊക്കെ വരുമ്പോൾ ലാലേട്ടനെ വേറെ രീതിക്ക് കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഏതായാലും പൊളിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഫൈറ്റ് കാര്യങ്ങളൊക്കെ വരട്ടെ. ഇനി ക്യാമിയോ റോളാണെന്ന് അറിയില്ല. ഏതായാലും കുറച്ചൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. കാര്യം ഇതേപോലത്തെ ഒരു പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെട്ട സിനിമ ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ബൈ.